ഹലോ അസ്സലാമലൈക്കും. ഞാനിപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണത് ഒരു കടച്ചക്കൻ്റെ കറിയാണ്. തേങ്ങയൊന്നും അരക്കാത്ത ഒരു കറി. അപ്പോൾ അതിലേക്ക് ഞാനൊരു കടച്ചക്ക നുറുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു വല്യുള്ളി, 8 പച്ചമുളക്, ഒരു രണ്ട് കരിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, ചീരുള്ളിയൊക്കെ കഷ്ണങ്ങളാക്കി. ഇതൊരു 10 ചീരുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചുകാണ്ട് അതിൽ ഒന്ന് ചൂടായതിൻ്റെ ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ അതിൻ്റെ മുന്നേ അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് കാണാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ ഭാഷ മനസ്സിലാവാത്തവരുണ്ടെങ്കിലോ വെച്ചിട്ടാണ് അപ്പോൾ ഒരു വെളിച്ചെണ്ണ ഒഴിക്കണ മാതിരി ഒന്ന് കാണിച്ചത്. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഒന്ന് ചൂടായി വരണം. അതിച്ചിട്ട് പുകയണ്ട, നല്ല ഒന്നാണ്ട് ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതായത് വല്യുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടുകാണ്ട് അത് നന്നായിട്ടുണ്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുക. അപ്പോൾ വലിയ കഷ്ണങ്ങളും അയക്കാണ്ട് പെറുക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഇന്നലത്തെ കുറച്ച് കറിയുണ്ട്, കൂടുതലില്ല, കുറച്ച് കറിയുണ്ട്. അപ്പോൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് കൂട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കറി മതിയല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ ഇറച്ചി മീനൊന്നുമില്ല. കാരണം വെച്ചാൽ 2 ദിവസമായിട്ട് കല്യാണവും ഒക്കെ കൂടി ആയിട്ട് നമ്മൾ ഇറച്ചി ഇതൊക്കെ തന്നെ അല്ലേ ഇരുന്നാ. അപ്പോൾ ഇന്നൊന്ന് പച്ചക്കറി മാത്രമാക്കാമെന്ന് വിചാരിച്ച ദിവസം കേട്ടോ. ഇറച്ചി ഉണ്ടാക്കിയാൽ തിന്നാത്ത കേടൊന്നുമില്ല, തിന്നൊക്കെ ചെയ്യും. പക്ഷേ 2 ദിവസം അടിച്ച് അതന്നെ അല്ലേ ഇരുന്നാ. അപ്പോൾ ഇന്നൊന്ന് നമ്മളൊന്ന് മാറ്റി പിടിച്ചാൽ വിചാരിച്ച്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഇടയിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ട്, രാവിലത്തത് മുതൽച്ചുണ്ട്. കുറച്ചൊക്കെ ഞാൻ കഴുകിയിരുന്നു. നെയ്സ കുട്ടിക്ക് ചില ദിവസങ്ങളിൽ ഓൾക്ക് അങ്ങനെയാണ്. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ആ റിങ് കണ്ടില്ല നിങ്ങൾ കൈരി പിടിച്ചേക്കണത്, നിങ്ങൾ വിചാരിച്ചാൽ കൈരി പിടിച്ചതാണ്. കൈരി പിടിച്ചതല്ല, ഞാൻ ഇന്ന് പുട്ട് ചുട്ടതാണ്. പുട്ട് ചുട്ടപ്പോൾ കുക്കറിൽ വെള്ളം വെച്ച് അതിൻ്റെ മേലെ റിങ് ഇട്ടിട്ട് ആ റിങ്ങിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെക്കും. അതിൽ പഴവും മുട്ടയും ഒക്കെ പുഴുങ്ങാൻ വെച്ചതായിരുന്നു. അപ്പോൾ പുഴുങ്ങി ആ ആവിക്കാണ് ഞാൻ പുട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വെച്ചാൽ പുട്ട് നമ്മൾ വിചാരിച്ച സംഗതി അല്ലാന്നുണ്ട് വെച്ചെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ഇതിൻ്റെ സംഗതിയുടെ പറയുന്നത് രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തൊക്കെ ഒരു കൺഫ്യൂഷനേക്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നപ്പോഴേ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ടുകാണ്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളോട് പറയാൻ ഇന്ന് മൈദോട്ടാട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ട്. മൈദോട്ടാട നല്ല തേങ്ങാപ്പാലിലാണ് അത് അരച്ചെടുക്കുക. ഞാൻ അപ്പോൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ 1-ാം തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് അതിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് എടുക്കും. 2-ാം തേങ്ങാപ്പാലിൽ മൈദയും മുട്ടയും ഒക്കെ കൂടി ചേർത്തുകാണ്ട് മാവ് റെഡിയാക്കുകയും ചെയ്യും. തേങ്ങയൊക്കെ ചിരകി ഒക്കെ കഴിഞ്ഞപ്പോഴത്തിന് കരണ്ട് പോയി. അപ്പോഴാണ് പിന്നെ തലേന്നത്തെ സാധാ ഓട്ടാടൻ്റെ കുറച്ച് മാവുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതെടുത്ത് കൊടുന്ന്. അപ്പോൾ അത് 2-3 ഓട്ടാടൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ബാക്കി പുട്ടും ചുട്ട്. അപ്പോൾ ഈ കുക്കർ നല്ല വൃത്തിയാക്കിയിട്ട് വേണം ഏസക്ക് കുറേയിൽ തീമടാൻ. അതിൽ ഞാൻ 4 ക്യാരറ്റും ഒരു ഉരുളങ്കിഴങ്ങും വെച്ചുകൊണ്ടാണ് തീമട്ടത്. എന്നിട്ട് ആ ഉരുളങ്കിഴങ്ങും ക്യാരറ്റും ഒക്കെ എടുത്തുകൊണ്ട് വെന്തിൻ്റെ ശേഷം എടുത്തിട്ട് നന്നായിട്ട് തിക്കായിട്ടാണ്ട് അരച്ച് വെക്കും മിക്സിയിൽ അരച്ച് വെച്ചാൽ അത് വേറെ പാത്രത്തിലും വെക്കും, കഞ്ഞി വേറെ പാത്രത്തിലും വെക്കും. അപ്പോൾ പിന്നെ ഓൾക്ക് കൊടുക്കുന്ന സമയത്ത് കഞ്ഞി നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി പോലാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ അവൾക്ക് കഞ്ഞി കൊടുക്കലിട്ടാ. എന്നാൽ കുട്ടികൾക്ക് നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് അപ്പം നമ്മളെ തക്കാളിയൊക്കെ വയന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ തീയിലിങ്ങനെ ഇളക്കിക്കാണ്ട് ഒന്ന് വടിന മാതിരി ആക്കിയെടുക്കണം കേട്ടോ. തക്കാളി നല്ല ഒന്ന് പേസ്റ്റ് ആയാൽ ഒന്നും കൂടി നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ കഞ്ഞി വെന്തു കേട്ടോ, കുട്ടീൻ്റെ ഏസൻ്റെ കഞ്ഞി. അപ്പോൾ കഞ്ഞിയാണത്, കണ്ടില്ലേ, പൊടി അരി കഞ്ഞിയാണ്. അപ്പോൾ അവർക്ക് പൊടി കൊടുക്കണ ആ കുപ്പിൻ്റെ മൂടി കൂടെ അത് പോരും. അപ്പോൾ അത്രക്കും നൈസായിട്ട് അരച്ചെടുത്തതാണ്. അല്ല, നൈസായിട്ടുള്ള കുറിയേരിയാണ്. ഇതുകൊണ്ട് ആ ഗ്രേവി 4 ക്യാരറ്റ് ഒരു ഉരുളങ്കിഴങ്ങുമാണത്. അത് അത്രക്കും തിക്കായിട്ടാണ് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ കഞ്ഞി ലൂസായല്ലേ ഇരിക്കണത്. അപ്പോൾ ആ കഞ്ഞി കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒക്കെ ആ കുപ്പി കൂടെ കിട്ടും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഞ്ഞി വെച്ചത്, പിന്നെ കഞ്ഞി വെച്ച് ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പോൾ എപ്പോഴും കാണുന്നതിനല്ലേ, പറഞ്ഞാലും മതിയല്ലോ, നമ്മൾ ഓരോ ദിവസത്തെ ഇതല്ലേ ചെയ്യണത്. അപ്പോൾ തക്കാളി ഇങ്ങനെ വയന്ന് വരുന്നേ ഉള്ളൂ.
അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഓരോരോ ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നേ ഒരു ഇതിമേൽ മാത്രം നമ്മൾ നോക്കി നിന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അന്നത്തെ വീട്ടിലെ ജോലി ഒന്നും നടക്കില്ല. പിന്നെ കുട്ടിക്ക് പറഞ്ഞാൽ റാണിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉള്ളതെന്ന് പിന്നെ നമുക്ക് കുറച്ചും കൂടി കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ടാവുമല്ലോ. വലിയ ബുദ്ധിമുട്ടൊന്നും ആൾക്കൊണ്ടില്ല. പക്ഷെ റാണീനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്തേക്ക് പോരില്ല. കുറേ സമയം വിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ കാണിക്കലില്ല. അവൾ വന്നതിൻ്റെ ശേഷം മാത്രമേ അവൾ റാണീൻ്റെ അടുത്തേക്ക് പോയിക്കാണ്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുക. അവൾ വന്ന് കയറുമ്പോൾ തന്നെ ഇന്നലെ വന്ന് കയറിയൊക്കെ നല്ല രണ്ടാട്ടിയാണ് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അവൾ പോയാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കൂല, നമുക്ക് കൊടുത്തത് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അളവൊന്നും പറയണില്ല. നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുത്താളേ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല കേട്ടോ. പിന്നെ അതേമാതിരി കാശ്മീരി മുളക് പൊടി ഒരു 3 ടീസ്പൂൺ അറിയാൻ പറ്റില്ല. അതൊരു 1/4 ടീസ്പൂണാണ്. അതിന് 3 ടീസ്പൂണായി നമുക്ക് 2 ടേബിൾ സ്പൂണേ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ സാധാ മുളക് പൊടി കൂടി ഇട്ടുകാണ്ട് ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സാധാ മുളകും പൊടി ഇട്ട് കൊടുത്തുട്ടാ. പിന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എരിവിന് അതെല്ലാം ഉണ്ട്. ഇനി നന്നായിട്ട് ആ എണ്ണയിൽ, അധികം എണ്ണയൊന്നുമില്ല, ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ നമ്മളെ മസാലകളൊക്കെ കരിഞ്ഞു പോവും. നന്നായിട്ട് തീ ചുരുക്കി കൊടുത്തിട്ട് ഒന്ന് ആ പച്ചമണമൊക്കെ പോയിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അറിയാം നല്ലൊരു കളറായിട്ട് വരും. മസാലകളും എല്ലാം ആ ഉള്ളിയിലൊക്കെ പിടിച്ച് നല്ലൊരു കളറാവും. ആ സമയത്ത് അതിലേക്ക് നമുക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാം. എനിക്ക് കടച്ചക്കൻ്റെ കടച്ചക്ക കൊണ്ട് ഇനി എന്തുണ്ടാക്കിയാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ഇവിടെ കുറേ വെച്ച് കുടിപ്പിക്കാൻ നോക്കിയതാണ്, പക്ഷെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളാണ്ട് ആ കാര്യമാണ്ട് ഒഴിവാക്കി. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഈ മസാലയും ഈ കഷ്ണം കൂടി ഒന്നുകൊണ്ട് യോജിപ്പിക്കണം. അപ്പോൾ ഒരടുപ്പത്ത് നല്ല തളച്ചള്ളത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ നിന്ന് വെള്ളം മുക്കണ വെച്ചാൽ അങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളമായിക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു 2 മിനിറ്റ് നേരം വെച്ചു. എന്നിട്ട് നല്ല തളച്ച വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇറച്ചിയിലായാലും പിന്നെ ഏത് സാധനത്തിലായാലും ഇങ്ങനെ ചൂടാകിൻ്റെ ഇതിക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നല്ല തളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അത്ര ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളത്തിനനുസരിച്ച് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത് ഇരുന്നാൽ വേഗം കുറുകി വരും കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. ഉപ്പും എരിവൊക്കെ കറക്റ്റാന്ന് നോക്കിയിട്ട് നമുക്കത് വേവിച്ച് വെക്കാം. ആ സമയത്ത് നമുക്ക് അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് വെണ്ടക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ന്യൂസ് പേപ്പറിലാണ് വെണ്ടക്ക റെഡിയാക്കി വെക്കൽ. ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് അതിൽ വെക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇതായി കിട്ടുക. അപ്പോൾ ഞാൻ ഏറ്റവും അതിൽ വലിയതൊക്കെ തിരഞ്ഞുകാണ്ട് മുറിക്കാൻ വെക്കട്ടെ. ചെറിയത് അതിൽ തന്നെ പൊഞ്ഞ് വെക്കും വേണം. അപ്പോൾ ഇന്ന് വെണ്ടക്ക പൊരിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കാണ് നുറുക്കി കഴിയാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്നായിട്ട് ഒപ്പം വെച്ചിട്ടാണ് കട്ട് ചെയ്യൽ. അപ്പോൾ ഓരോന്നും നമ്മൾക്ക് നെട്ടി ഇങ്ങനെ മുറിച്ചുകാണ്ട് അട്ടിയാക്കിയിട്ടുണ്ട് വെക്കാം. എന്നാൽ പിന്നെ നമുക്ക് മുറിക്കാൻ എളുപ്പമുണ്ടാവും. ഇപ്പോൾ ഞാൻ ഒപ്പം വെച്ചുകാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ ആ മുൻഭാഗത്ത് കട്ട് ചെയ്ത ഭാഗം നോക്കണം കേട്ടോ. പക്ഷേ വെണ്ടയ്ക്കയാണ് എപ്പോഴായി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കേടുകൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെ അത് ആ സൈഡിൽ ഇപ്പോൾ ഞാൻ കൈ വെച്ച് കാണിച്ചെന്ന് ആ സൈഡിൽ ഇങ്ങനെ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേട് എല്ലാം കൂടി കട്ട് ചെയ്താൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി പച്ചമുളക് ഞാൻ എടുത്തുകൊണ്ട് ഓരോന്നും പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. കാരണം ചില ഇന്നലെ അന്തിക്ക് ഞാൻ 5 വെണ്ടക്ക പൊരിച്ചു കൊടുത്ത് കഞ്ഞിക്ക്. അപ്പോൾ അതിൽ 2 മുളക് ഇട്ടിരുന്നു. അപ്പോൾ എരിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പൊടിയാക്കിയാണ്ട് അരിഞ്ഞു കൊടുത്താൽ ഈ വെണ്ടക്കൻ്റെ കൂടെ ആണ്ട് വയന്ന് പോയും ചെയ്തോളും. പിന്നെ എരിവില്ലാത്ത പ്രശ്നം വരില്ല. അത് നമ്മൾ കടിക്കുമല്ലോ, അത്രക്കും പൊടിയാക്കിയിട്ടാണ്, നിങ്ങൾ കണ്ടില്ല, അത്രക്കും പൊടിയാക്കിയിട്ടാണ് ഞാൻ 8 പച്ചമുളക് അതിലേക്ക് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്.
നമുക്ക് അത്യാവശ്യം എരിവില്ല വേണം കേട്ടോ. എരിവില്ലാഞ്ഞാൽ ഇത് കഴിക്കാനൊരു പ്രയാസം എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ലോണം തളിച്ചുകാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചൂടുള്ള ചട്ടി കൈകൊണ്ട് വാങ്ങിയ മാതിരി നിങ്ങളാരും വാങ്ങി കൊടുക്കരുത് കേട്ടോ. ഞാൻ അത്യാവശ്യം ഒരു മാക്സിമം ചൂടൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ വാങ്ങി വെക്കും. അതിനെനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഭക്ഷണം ചൂടിൽ കഴിക്കാനുള്ളൂ പ്രശ്നം. ഏതായാലും ആ കത്തിനടുപ്പത്താണ് ഇപ്പോൾ ഞാൻ വെണ്ടക്ക വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചൂടുള്ള അടുപ്പത്ത് വെച്ച് കണ്ടതിന് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല. കാരണം വെച്ചാൽ ചൂടായി കൈ പൊള്ളിയെന്നൊന്നും പറയരുത്. അപ്പോൾ ഞാനിത് ഈ അടുപ്പ് കത്തിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഫുള്ളിലുമാണ് ഇതിനും. ആ തീക്ക് തന്നെ മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടുകാണ്ട് ആണെങ്കിലും നമ്മൾ കുഴച്ച് കൊടുക്കൽ അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ അതിക്ക് മഞ്ഞളിട്ട് ആദ്യം ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് ഞാൻ ഒന്നായിട്ട് അത് മിക്സ് ചെയ്യണം. ഉപ്പും എരിവൊക്കെ എല്ലായിടത്തും ആവണമല്ലോ. അപ്പോൾ ആ പച്ചമുളകും തന്നെ എല്ലായിടത്തും കായും ചെയ്തോളൂ. അപ്പോൾ മഞ്ഞൾ പോരാൻ തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ അതൊക്കെ പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് പൊരിഞ്ഞിങ്ങനെ വന്നോട്ടെ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെണ്ടക്ക വട ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് ചീരുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളി സമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ട് ഉപ്പും മുളകും ഇട്ടതാണ്. ഇപ്പോൾ ആ സുറുക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്താൽ ആ തേങ്ങാപ്പാലും സുറുക്കിയും നമ്മളെ എണ്ണയും മുളകും പൊടി ഉപ്പ് എല്ലാം കൂടി ഒന്നാണ് മിക്സാവും തേങ്ങനോട് കൂടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു പാത്രത്തിലിട്ടുകാണ്ട് ആണ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒരു കൂട്ടാനും ആവശ്യമില്ല. ആ സമ്മന്തി കുഴച്ച് കണ്ടാൽ നിങ്ങൾക്ക് ചോറുന്ന അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ കാക്കറിന് ഉള്ളി സമ്മന്തി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇങ്ങനത്തെ ഈ സമ്മന്തി ഇഷ്ടാട്ടാ. അപ്പോൾ എനിക്ക് അലർജീൻ്റെ അത് മാറിയതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഒരാഴ്ച ആവണുള്ളൂ അലർജീൻ്റെ പ്രശ്നം മാറിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതേലേക്ക് ഉണ്ടാക്കുന്ന സമ്മന്തിയിലൊന്നും ഞാൻ സുർക്ക വയ്ക്കലില്ല. അലർജി പ്രശ്നം വന്നാൽ എനിക്ക് സുർക്കൻ്റെ നീരൊക്കെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചുകാണ്ട് വരാം. അപ്പോൾ നമ്മളെ സമ്മന്തി ഉണ്ടാക്കലും ഉള്ളി തൊലിക്കലും അത് കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ വെണ്ടൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി തൊലിച്ചത് അതിലേക്കുള്ള മുളക് പിന്നെ ആ കുത്താനുള്ള കല്ല് എല്ലാം കഴുകിയിട്ട് ഉണക്കണുണ്ട്. ഉണക്കച്ച തുണിയിൽ പരത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നും ഉള്ളി ഒക്കെ ഒന്ന് ജസ്റ്റ് അന്ന് ചാക്കലാണ് അത്ര മതി എന്ന് പറഞ്ഞു കണ്ട്. ഇന്നിപ്പോൾ കാക്കാക്ക് ഇന്ന് വേറൊരു മോഡലാണ്. ഇന്ന് എല്ലാ ഉള്ളിയും ഒക്കെ കട്ട് ചെയ്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് കുത്തിയെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നും വട്ടത്തിൽ കട്ട് ചെയ്യാണ്. ചീരുള്ളി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതേമാതിരി അതിൽ മുള വരാനായ ഉള്ളി ഉണ്ടായിരുന്നു. അത് വേറൊരു ആയിട്ടും സെറ്റാക്കിയിട്ടും കട്ട് ചെയ്തെടുത്ത്. എന്നുവെച്ചാൽ മുള വരാനായ ഉള്ളി നമുക്ക് അധികം ചതച്ചെടുക്കണ്ട. കണ്ടില്ല ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ചായച്ച് കൊടുക്കുക. വെളുത്തുള്ളി ചായക്കണം എന്താ വെച്ചാൽ അതാട്ട മുള വരാനായ ഉള്ളി ഇമ്മക്ക് അതിൻ്റെ കടിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഫീലിംഗ് ആയിട്ട് വരും. എന്നുവെച്ചാൽ മുന്നിക്ക് നിൽക്കും. അപ്പോൾ നമ്മൾ ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ടുകാണ്ടും ചതച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ടൊന്ന് ചതച്ച് കൊടുക്കണം. നമ്മൾ ഇളക്കി കാണ്ട് ചതക്കണം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഉപ്പും ഇട്ട് കൊടുക്കും ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം. അപ്പോഴാണ് ആ ഉപ്പും എരിവും മുളകും വെളുത്തുള്ളിൻ്റെ ടേസ്റ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമ്മളെ സമ്മന്തിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ലോണം കുത്തി കൊടുത്താൽ ഒരു കത്തി എന്തോടെ സ്പൂണോ എന്തെങ്കിലും ഇട്ടുകാണ്ട് ചുറ്റോടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ല അങ്ങനെ ഇളക്കി കൊടുത്തുകാണ്ട് അത് കുത്തിയെടുക്കണം. ഇനിയിപ്പോൾ ചീരുള്ളി നമുക്കിങ്ങനെ കുറേശ്ശെ അയക്കിട്ട് കണ്ട് കുത്തി ചതച്ച് കൊടുക്കുക. അതൊക്കെ ചതച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പും എരിവും കറക്റ്റാണോ നോക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എനിക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ അതിലേക്ക് ഒഴിക്കാൻ. പിന്നെ നിങ്ങൾ ഈ വെളിച്ചെണ്ണൻ്റെ കളർ കണ്ടിട്ട് എന്താണെന്ന് വിചാരിക്കണ്ട. അത് ഇന്നലെ പഴം പൊരിച്ചതാണ്. പഴം പൊരിച്ച വെളിച്ചെണ്ണയാണ് ഞാനൊരു പാത്രത്തേക്ക് ആക്കി കൊടുത്തതായിരുന്നു. അപ്പോൾ അതവിടെ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളവിടെയൊക്കെയാണ് വൃത്തിയാക്കിയിട്ട് അപ്പോഴേക്ക് ഞാൻ പാലൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മളെ കറി എന്തില്ലേ നമ്മൾ മേലെ വെള്ളം വെച്ചിട്ട് പോലും അത് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക്
ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോഴേക്ക് നമ്മളെ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാലും ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മളെ ഭക്ഷണമൊക്കെ റെഡി ആയപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം കടച്ചക്കൻ്റെ കഷ്ണവും 1 സ്പൂണ് സമ്മന്തിയും 1 സ്പൂണ് 2 സമ്മതി. അപ്പോൾ ഓരോ വിധവും കൂടി കുഴച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഏതാ ടേസ്റ്റ് എന്ന്. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത വെണ്ടക്കയാണല്ലോ, ആ വെണ്ടക്കയാണ് എനിക്ക് ടേസ്റ്റ് ഇല്ലാതെ തോന്നിയത്. കാരണം വെച്ചാൽ എനിക്ക് വെണ്ടക്ക കുറച്ചും കൂടി മുരിഞ്ഞാൽ ഇഷ്ടമാണ്. അപ്പോൾ സമ്മന്തി കൊണ്ട് ആണെങ്കിലും അതും നല്ല ടേസ്റ്റ് ഉണ്ട്, കടച്ചക്കൻ്റെതാണെങ്കിലും അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വെണ്ടക്ക കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെണ്ടയ്ക്കും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുരിഞ്ഞ ഭാഗം എടുത്ത്, മുരിഞ്ഞ ഭാഗം എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ വെണ്ടക്ക മുരിഞ്ഞ ഭാഗം എടുത്തിട്ടും അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി നമ്മുടെ ഉള്ളി സമ്മന്തി അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നിന് മുൻപന്തിക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യലൊക്കെ ഒന്നാണ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ വെച്ചാൽ ചോറും കഞ്ഞിവെള്ളം, അമ്മരി ഉള്ളി സമ്മന്തി, വെണ്ടക്ക പൊരിച്ചത്, അത് യേശക്കുട്ടീൻ്റെ കഞ്ഞി, ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അരച്ചത് കേട്ടോ. പിന്നെ നമ്മളെ തേങ്ങ സമ്മന്തിച്ച കൈ കൊണ്ട് കുഴച്ചെടുത്തത്, അത് ഇന്നലത്തെ കുറച്ച് കറിയാണ്, കർമ്മത്തി മോരും കൂടി ഉള്ളത്, അത് നമ്മളെ കടച്ചക്ക കറി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റിലൂടെ മറുപടി അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.